എ സി ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ടോ, നല്ലോണം പൊടി പിടിച്ച് കട്ട പിടിച്ചിരിക്കുകയാണ് പൊടി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ എ സി വർക്ക് ചെയ്യും? എ സിയുടെ കൂളിങ്ങും അതുപോലെ എയർ ഫ്ലോയും എല്ലാം കുറയാൻ കാരണമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് വോൾട്ടാസിൻ്റെ 3 സ്റ്റാർ എ സി ആണ്. അപ്പോൾ നമ്മൾ 26 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഫ്ലോ ഭയങ്കര കുറവായിട്ട് തോന്നി, അതുപോലെ കൂളിങ്ങും കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫിൽറ്റർ ചോക്കായി കാണുന്ന ഒരു ഡൗട്ട് വന്നത്. അപ്പോൾ നമുക്കിന്ന് വോൾട്ടാസിൻ്റെ എ സിയുടെ ഫിൽറ്റർ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഫിൽറ്റർ മൊത്തം പൊടി കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടെ എയർ ഫ്ലോ നടക്കാൻ ഭയങ്കര പാടായിരിക്കും. അതാണ് ഈ ഫ്ലോ കുറയാനും അതുപോലെ കൂളിംഗ് കുറയാനൊക്കെ ഉള്ളൊരു കാരണം. അപ്പോൾ നമുക്ക് എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് അത് ബോഡി ഓപ്പൺ ചെയ്യണം. അപ്പോൾ ബോഡി ഓപ്പൺ ചെയ്യാനായിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ജസ്റ്റ് കട്ട് കണ്ടില്ലേ, അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കവർ ഓപ്പൺ ചെയ്യുന്നതാണ്. കവർ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഫിൽറ്റർ കാണാൻ പറ്റും. ആ ഫിൽറ്റർ ആ സ്ലോട്ട് ചെയ്ത് നമുക്ക് പുള്ളി ചെയ്തിട്ട് പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് വലിച്ചെടുക്കാം. ഇപ്പോൾ ഫിൽറ്റർ മൊത്തം ചോക്കായിരിക്കുകയാണ്, ഫുള്ള് പൊടി കട്ട പിടിച്ചിരുന്ന് എയർ ഫ്ലോയും കൂളിങ്ങും എല്ലാം മോശമായി. നമ്മൾ പുറത്തുനിന്ന് സർവീസിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഏരിയ എല്ലാം ഫോം വാഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് തരും. പക്ഷെ നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുന്ന കാരണം അത് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫിൽറ്റർ ഒരു വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 ഫിൽറ്ററും ഇവിടെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഫിൽറ്ററിൻ്റെ നടുക്ക് വരുന്ന ഒരു ചെറിയൊരു സ്പോഞ്ചിൻ്റെ പീസ് ഉണ്ട്, നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് തിരിച്ച് പിടിപ്പിച്ചേക്കാം. അപ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് റെഡിയായി. അപ്പോൾ നമുക്ക് എ സിയുടെ ഈ പോർഷനുള്ള ബാക്കി പൊടിയൊക്കെ നമുക്കൊന്ന് വാക്യൂം ക്ലീനർ വെച്ച് ജസ്റ്റ് ഒന്ന് വാക്യൂം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ഊരിയെടുത്ത പോലെ തന്നെ തിരിച്ചു പിടിപ്പിക്കാം. ഈ കാണുന്ന ഗ്രൂവിലൂടെ വേണം ഫിൽറ്റർ നമ്മൾ സീറ്റ് ചെയ്യിക്കാൻ. ഫിൽറ്റർ ഗ്രൂവിലൂടെ കറക്റ്റ് അകത്തേക്ക് പിടിപ്പിച്ച ശേഷം ഈ ലോക്കുള്ള സ്ലോട്ടിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എ സി ഫിൽറ്റർ ക്ലീനിങ് കഴിഞ്ഞു. നമുക്ക് കവർ ലോക്ക് ചെയ്യാം. ജസ്റ്റ് കുറച്ചൊന്ന് ബലം കൊടുത്തൊന്ന് ക്ലോസ് ചെയ്താൽ മതി, അത് ലോക്ക് വീണുള്ളൂ. നല്ലോണം മിഡിലും എഡ്ജിലുമുള്ള ലോക്ക് വീഴ്ത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കവറ് നന്നായിട്ട് ലോക്കായതിനു ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മൾ ആദ്യം ഈ പേപ്പർ വെച്ച് അതിൻ്റെ ഫ്ലോ നോക്കിയപ്പോൾ അതിനുള്ളതിനേക്കാളും നല്ല ഫ്ലോ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂളിങ്ങിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. കറണ്ട് ബില്ല് ലാഭിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ വീട്ടിൽ എ സി ഉള്ളവരെല്ലാവരും 6 മാസത്തിലൊരിക്കലെങ്കിലും ഫിൽറ്റർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.